നമസ്തേ. ഇത് CBSE ക്ലാസ് 10-ന്റെ ഒരു എംപ്ലോയബിലിറ്റി സ്കിൽസ് അങ്ങനെ ഒരു ടെക്സ്റ്റ് ഉണ്ട് അവരുടെ IT പേപ്പറിന്റെ ഭാഗമായിട്ട്. അതിലുള്ള യൂണിറ്റ് 4ആണിത്, എന്റർപ്രണർ സ്കിൽസ്. ഇതൊന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്ലീസ് ലിസൺ ടു മീ. എന്റർപ്രണർഷിപ്പ്, നമ്മൾ സംരംഭകത്വം എന്ന് മലയാളത്തിൽ ഈസ് ബീങ് ടോക്ഡ് അബൌട്ട് എ ലോട്ട് in the world today and especially in India. നമുക്കറിയാം, ഇത് ധാരാളമായിട്ട് സംസാരിക്കുന്നുണ്ട്. ലോകം തൊഴിലില്ലായ്മ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് എന്റർപ്രണർഷിപ്പ് ഈസ് എ ടൈപ്പ് ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റ്. അപ്പോൾ സംരംഭകത്വം എന്ന് പറഞ്ഞാൽ സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്, അല്ലെ? സ്വയം തൊഴിൽ കണ്ടെത്തുക. where one is running a business to satisfy the needs of people and looking for ways to make the business better to make profits. അപ്പോൾ ഏത് പ്രവർത്തനവും നമ്മളുടെ ആവശ്യങ്ങളെ നിറവേറ്റാനായിരിക്കണമല്ലോ. അപ്പോൾ നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ ചില ആൾക്കാരുടെ നീഡ്സിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക, അതിനെ നമ്മൾ കാണുകയും അത് ഫുൾഫിൽ ചെയ്യുന്നതോടെ, അത് നടപ്പിലാക്കുന്നതിലൂടെ നമ്മൾ ലാഭം നേടുകയും ചെയ്യുക. അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നാണ്. അപ്പോൾ നമ്മൾ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്റർപ്രണർഷിപ്പ് ഈസ് എ ടൈപ്പ് ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റ് വെയർ വൺ ഈസ് റണ്ണിങ് എ ബിസിനസ് ടു സാറ്റിസ്ഫൈ ദി നീഡ്സ് ഓഫ് പീപ്പിൾ. ആ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. ആൻഡ് ലുക്കിംഗ് ഫോർ വേസ് ടു മേക്ക് ബിസിനസ് ബെറ്റർ ടു മേക്ക് പ്രോഫിറ്റ്. അങ്ങനെ കച്ചവടം അഭിവൃദ്ധിപ്പെടുത്തി നമ്മളുടെ ലാഭം വർദ്ധിപ്പിക്കുക. അതാണ് ഇവിടെ നമ്മൾ സംരംഭകത്വം എന്ന് പറയും. This unit focuses on encouraging students to learn about entrepreneurship and its function from the world around. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യാണ് അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് മനസ്സിലാക്കുക. This unit focuses on encouraging students to learn about entrepreneurship. സംരംഭകത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ. എന്റർപ്രണേഴ്സ് ആർ ആൾ അറൗണ്ട് അസ്. സംരംഭകർ നമ്മളുടെ ചുറ്റുവട്ടത്തും ഉണ്ട്, അല്ലേ? നമ്മൾ കാണുന്ന ചെറിയ കച്ചവടക്കാർ മുതൽ വലിയ വലിയ, അല്ലെ, സ്പേസ് എക്സിന്റെ എലോൺ മസ്ക് വരെ എന്റർപ്രണേഴ്സ്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ് വരെ. We would have spoken to a lot of them through the course of this movie. പലതും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിവിടെ നമ്മൾ പറയുന്നുണ്ട്. We also learned that successful entrepreneurs have the following qualities. നമ്മൾ പറയാണ്, എന്റർപ്രണേഴ്സ്, സക്സസ്ഫുൾ ആയിട്ടുള്ള എന്റർപ്രണേഴ്സിന് താഴെ പറയുന്ന ഗുണങ്ങൾ ഉണ്ടാവും. They are confident. നല്ല ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും. They believe in themselves and their abilities. അവരിൽ വിശ്വസിക്കുന്നുണ്ട്, അവരുടെ കഴിവിനെ കുറിച്ച് അവർക്ക് ബോധ്യം. They keep trying new ideas in their business. അവരുടെ കച്ചവടത്തിൽ ഒരു പുതിയ പുതിയ ഐഡിയകൾ ട്രൈ ചെയ്യുന്നുണ്ട്. They are patient. അല്ലെ, അവർ പേഷ്യൻ്റ് ആണ്. എന്ന് വെച്ചാൽ ആ ഫലം എത്തുന്നവരെ കാത്തിരിക്കാൻ തയ്യാറ്. അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൽ എത്താൻ വേണ്ടി പ്രയത്നിക്കുക, വളരെ പേഷ്യൻ്റ് ആയിട്ട്, വളരെ അച്ചടക്കത്തോടു കൂടി നിതാന്തം പരിശ്രമിക്കുക. They are creative and think differently about business ideas. അവർ ക്രിയേറ്റീവാണ്, പുതിയ പുതിയ ഐഡിയാസ് ഉണ്ട്. They think differently about business ideas. പല ബിസിനസ് ഐഡിയയും വ്യത്യസ്തമായി ചിന്തിക്കുന്നവരും ഒരു ക്രിയേറ്റീവാണ്, അല്ലെ? പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും നടപ്പിലാക്കാനും കഴിവുള്ളവരും കൂടി. They take responsibility for their actions.
അവരുടെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കും. They take decision after thinking about them. അപ്പോൾ വേണ്ട ആലോചന നടത്തിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അവര് നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. They do not give up when they face difficulty. എന്തെങ്കിലും പ്രശ്നം മുന്നിൽ എത്തുമ്പോൾ അതെല്ലാം ഇട്ടിട്ട് പോകുന്ന ആൾക്കാരല്ല അവർ. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾ ഏതാണ്ട് 3, 2, 5, 3 8 ഗുണങ്ങളാണ് പറഞ്ഞത്. അവർ ആത്മവിശ്വാസമുള്ളവരാണ്, അവരുടെ കഴിവിൽ വിശ്വാസമുള്ളവരാണ്, അവര് പുതിയ ആശയങ്ങൾ ട്രൈ ചെയ്യുന്നവരാണ്, പ്രവർത്തിപ്പിച്ച് നോക്കുന്നതാണ്, അവര് പേഷ്യൻ്റ് ആണ്, they are creative and think differently about business. They take responsibility for their actions. അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്. അപ്പോൾ ഒരു വർക്ക് ഹാർഡാണ്. They do not give up when they face difficulty. അപ്പോൾ നമ്മൾ ആ 8 കാരണങ്ങൾ നമ്മൾ ഇനി നമ്മൾ നോക്കുന്നത് എന്റർപ്രണർഷിപ്പ് ആൻഡ് സൊസൈറ്റി, സംരംഭകത്വവും സമൂഹവും. We learned last year that the 2 ways in which one can earn a living are through wage employment and self-employment. ഇത് 9-ൽ അവർ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. 2 രീതിയിലാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടുന്ന ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. ഒന്ന്, വേറൊരിടത്ത് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുക അല്ലെങ്കിൽ കൂലി വാങ്ങുക. മറ്റൊന്ന്, നമ്മൾ തന്നെ സംരംഭം നടത്തുക. Wage employed people are people who work for a person or an organization and get paid for that. ഈ വേജ് എംപ്ലോയിഡ് അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്നവർ, കൂലി കിട്ടുന്നവർ, അവര് മറ്റൊരാൾക്ക് വേണ്ടി, മറ്റൊരു സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കും, അതിനുള്ള പ്രതിഫലം വാങ്ങുകയും ചെയ്യുന്നവരാണ്. സെൽഫ് എംപ്ലോയിഡ് പീപ്പിൾ ആർ ദോസ് ഹു സ്റ്റാർട്ട് ബിസിനസ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് പീപ്പിൾ. സെൽഫ് എംപ്ലോയിഡ്, സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർ, സംരംഭകർ, അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാനും ശ്രമിക്കുകയും ചെയ്യുന്നവർ, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. എ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ഹു ഈസ് ആൾവേസ് ട്രൈങ് ടു മേക്ക് ഹിസ് ഓർ ഹെർ ബിസിനസ് ബെറ്റർ ബൈ ടേക്കിംഗ് റിസ്ക് ആൻഡ് ട്രൈങ് ന്യൂ ഐഡിയാസ് ഈസ് ആൻ എന്റർപ്രണർ. അപ്പോൾ ഒരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവൻ്റെ കച്ചവടം നന്നാക്കാൻ നോക്കും, റിസ്ക് എടുക്കുന്നുണ്ട്, അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടം, അതിനെക്കുറിച്ച് അവന് ബോധമുണ്ട്, ആ നഷ്ടം ഏറ്റെടുക്കുകയും ചെയ്യും, പക്ഷെ പുതിയ ഐഡിയാസ് ഒക്കെ പ്രവർത്തിക്കും. ഉദാഹരണം, രമ്യ ആൻഡ് രാമു, both on plant shops. രണ്ടുപേർക്കും കൂടെ ഒരു പ്ലാന്റ് ഷോപ്പ് ഉണ്ട്. രാമു സിറ്റ്സ് അറ്റ് ദ ഷോപ്പ് എവരി ഡേ. രാമു ആ കടയിൽ എല്ലാ ദിവസവും ഇരിക്കും, കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് വിൽക്കും. രമ്യ വാക്സ് അറൗണ്ട് ആൻഡ് ഗെറ്റ്സ് കസ്റ്റമേഴ്സ് ടു ഹെർ ഷോപ്പ്. ചുറ്റുവട്ടത്ത് പോയി ആൾക്കാരെ തൻ്റെ കടയിലേക്ക് കൊണ്ടുവരും. ഷീ ആൾസോ സെൽ സീഡ്സ് ആൻഡ് ഫ്ലവേഴ്സ്. അപ്പോൾ ചെടി മാത്രമല്ല വിൽക്കുന്നത്, വിത്തുകളും ഫ്ലവേഴ്സും. രമ്യ ഈസ് വർക്കിംഗ് ടു ഡു മോർ ആൻഡ് ഗ്രോ ഹെർ ബിസിനസ്. ഇവിടെ നോക്കുക, രാമു ചെയ്യുന്നത് കടയിൽ ആര് വരുന്നോ അവർക്ക് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. രമ്യ ചുറ്റുവട്ടത്ത് നടന്ന് കസ്റ്റമേഴ്സിനെ തൻ്റെ കടയിലേക്ക് എത്തിക്കുക എന്ന് മാത്രമല്ല, അതുമായിട്ട് അനുബന്ധമായി വേണ്ട വിത്തുകൾ, ഫ്ലവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബിസിനസ്, രമ്യ ഈസ് വർക്കിംഗ് ഡു മോർ ആൻഡ് ഗ്രോ ഹെർ ബിസിനസ്. ഷി ഹാസ് ആൾസോ ആഡഡ് ഡിഫറെന്റ് ഐഡിയാസ് ടു ഹെർ ബിസിനസ്. ഷി ഹാസ് ആൾസോ ആഡഡ് എ ഡിഫറെന്റ് ഐഡിയ ടു ഹെർ ബിസിനസ്. പല ഐഡിയ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ രമ്യ ഈസ് എൻ എന്റർപ്രണർ
രാമു ഇസ് എ ബിസിനസ്മാൻ. വരുന്ന ആളെ വേണ്ട രീതിയിൽ വിൽക്കുന്നു എന്ന് മാത്രം പറയുമ്പോൾ രാമു ഒരു കച്ചവടക്കാരൻ മാത്രം. ഇവിടെ രമ്യ പുതിയ ചില ഐഡിയാസ് പരീക്ഷിക്കപ്പെടുന്നുണ്ട്, അങ്ങനെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നുണ്ട്, ഒരു ക്രിയേറ്റിവിറ്റിയുടെ എലമെന്റ് കൊണ്ടുവരുന്നുണ്ട്, കൂടുതൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ രമ്യയെ നമ്മൾ എന്റർപ്രനർ എന്നാണ് വിളിക്കുക, സംരംഭക. രമ്യ എന്നുള്ള സ്ത്രീനാമമായതുകൊണ്ട് സംരംഭക. ഇനി ഒരു പ്രാക്ടിക്കൽ എക്സസൈസ് അവിടെ പറഞ്ഞു. ആക്ടിവിറ്റി 1, എന്റർപ്രനേഴ്സ് ഐ നോ, ഇൻഡിവിജ്വൽ പ്രാക്ടീസ്. നമുക്കറിയാവുന്ന ഒരു എന്റർപ്രനറിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രൊസീജിയർ പറഞ്ഞിരിക്കുന്നത്, ഇൻ ദിസ് ആക്ടിവിറ്റി വി വിൽ തിങ്ക് ഓഫ് എന്റർപ്രനേഴ്സ് വി നോ. നമുക്കറിയാവുന്ന എന്റർപ്രനേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇൻസ്ട്രക്ഷൻ: തിങ്ക് ഓഫ് 4 entrepreneurs whom you know or have seen. നമ്മൾ കണ്ടിട്ടുള്ള 4 എന്റർപ്രനേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഓരോ വട്ടം വരയ്ക്കുക, ഡ്രോ സർക്കിൾസ്, ആൻഡ് ഇൻ ഈച്ച് സർക്കിൾ റൈറ്റ് ദ നെയിം ഓഫ് ദറ്റ് എന്റർപ്രനർ. അയാളുടെ പേര് എഴുതുക, അവരുടെ വാട്ട് ബിസിനസ് ദേ റൺ, ആൻഡ് വൺ തിങ് ദാറ്റ് യു റിയലി ലൈക്ക് അബൌട്ട് ദെയർ ബിസിനസ്. അവരെന്ത് ബിസിനസ്സാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഓൾറെഡി അറിയാവുന്നവരാണല്ലോ. അവരുടെ ബിസിനസ് എന്താ ഇഷ്ടപ്പെട്ട. ആഫ്റ്റർ റൈറ്റിംഗ്, ഷെയർ ദ ഡീറ്റെയിൽസ് ഓഫ് എന്റർപ്രനേഴ്സ് വിത്ത് യുവർ ക്ലാസ്. അതെങ്ങനെ എഴുതിയിട്ട് നമ്മുടെ ഐഡിയ ക്ലാസ്സിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ പറയുക. ഷെയർ ദ ഡീറ്റെയിൽസ്. അങ്ങനെ ഒരു ചെറിയ ആക്ടിവിറ്റിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. യു ഹാവ് ഐഡന്റിഫൈഡ് എന്റർപ്രനേഴ്സ് അറൗണ്ട് യു. അപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തെ എന്റർപ്രനേഴ്സിനെ മനസ്സിലാക്കി. വേർ ഡു ദോസ് എന്റർപ്രനേഴ്സ് ഡു ദെയർ ബിസിനസ്? എവിടെയാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്? എന്റർപ്രനേഴ്സ് റൺ ദെയർ ബിസിനസ് ഇൻ എ മാർക്കറ്റ്. ആ കച്ചവട സ്ഥലത്ത് ആണ് അവര് ബിസിനസ് ചെയ്യുന്നത്. കടകളിൽ നമ്മളതിന് മാർക്കറ്റ് എന്നാ പറയും. The marketers, people who buy products and service, and people who sell them also. മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടുന്ന് സാധനങ്ങൾ നമ്മൾ വാങ്ങും, സാധനങ്ങളും ആകാം സർവീസും ആകാം. അവിടെ അത് വിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും. നമ്മൾ കടയിൽ പോയിട്ട് സാധനം വാങ്ങുന്ന ഈ കാര്യം പറയുന്നത്. പലപ്പോഴും നമ്മൾ ചന്തകളിൽ, അല്ലെ, ചന്ത എന്ന് പറഞ്ഞ മാർക്കറ്റ്, കമ്പോളത്ത് പോയി വാങ്ങും. When people are buying and selling from each other, അവിടെ പല ആൾക്കാരിൽ നിന്ന് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ എവരിവൺ ബിക്കോസ് എവരിവൺ ഇൻവോൾവ് മേക്സ് മണി. ഇതെല്ലാവർക്കും പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും ഇതിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ദിസ് ഈസ് ഹൗ എന്റർപ്രനേഴ്സ് ഹെൽപ്പ് ഇൻ ഗ്രോയിങ് ദ ഏരിയ ആൻഡ് ദ സൊസൈറ്റി ദേ ലിവ് ഇൻ. അപ്പോൾ ഇങ്ങനെ ഒരു സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയയാണ് നമ്മുടെ സൊസൈറ്റിയെ നമ്മൾ പുരോഗതി എന്ന് പറയുന്നത്. ദിസ് ഇസ് ഹൗ എന്റർപ്രനേഴ്സ് ഹെൽപ്പ് ഇൻ ഗ്രോയിങ് ദി ഏരിയ. ഇതാണ് നമ്മൾ ആ പ്രദേശത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ആ ചുറ്റുപാടിൽ, സൊസൈറ്റി. എന്നെ ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിലിടാം. താങ്ക്സ് ഫോർ ലിസണിങ്.